പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. സ്വർഗീയ പിതാവേ, അവിടുത്തെ മക്കളായി ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളുടെ പ്രിയപ്പെട്ട മക്കളിലേക്ക് വലിയ അഭിഷേകത്തിന്റെ കൃപ ചൊരിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ മക്കൾക്ക് ആവശ്യമായ അന്നു വേണ്ട ആഹാരം നൽകുന്നതിനെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. കർത്താവേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈ ശുശ്രൂഷ അനേകായിരങ്ങളിലേക്ക് എത്തിക്കുവാൻ വേണ്ടി ഇത് ഷെയർ ചെയ്യുകയും അനേക മക്കൾക്ക് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്ന എല്ലാ മക്കളെയും പ്രത്യേകമാവിധം ഈശോയെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതിലേക്ക് അനേക മക്കളെ ആനയിച്ചുകൊണ്ട് ഈ സുവിശേഷ മേഖലയില് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അനേകം മക്കളുടെ കൂട്ടായ്മ രൂപപ്പെടുത്തുവാൻ സഹായിക്കുന്ന പങ്കുചേരുന്ന എല്ലാ മക്കളെയും അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ മക്കളെ ഉന്നതമായ അഭിഷേകത്താൽ നിറച്ച് കൃപകളാൽ നിറച്ച് ശക്തരാക്കി സജ്ജരാക്കി ഈ ലോകത്തിൽ യുദ്ധം ചെയ്ത് ജയിക്കാൻ കൃപ നൽകി അനുഗ്രഹിക്കണമേ. അതിനായി ഈ ശുശ്രൂഷയെ പ്രത്യേകം അനുഗ്രഹിച്ച് ആശീർവദിക്കണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തിരുക്കുടുംബത്തിന്റെ ഭാഗ്യപ്പെട്ട സാന്നിധ്യത്തില് ഞങ്ങൾ ഒരുമിപ്പിച്ച അവിടുത്തെ കാരണത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് മാതാവിന്റെയും യൗസപിതാവിന്റെയും ഉണ്ണീശോയുടെയും നിറസാന്നിധ്യത്തിൽ ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കാം. മക്കളെ, ദൈവ കൃപ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നമ്മെല്ലാവരോടും നമ്മുടെ മക്കളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ, എപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, നമ്മൾ ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മക്കൾക്ക് ലഭിക്കേണ്ട കൃപകൾ നമ്മൾ ചോദിച്ചു വാങ്ങിച്ചു കൊടുക്കണം. അന്നു വേണ്ട ആഹാരം, നമ്മുടെ മക്കൾ വളരാൻ, വിജയിക്കാൻ, പഠനത്തില്, ജോലിയില്, കുടുംബജീവിതത്തില് വിജയിക്കാൻ നമ്മുടെ മക്കൾക്ക് വേണ്ട കൃപ. അല്ലാതെ ഇപ്പോ ഈ ദിവസങ്ങളിൽ നമ്മൾക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ആ വലിയ ശക്തി, ആത്മാവിന്റെ ശക്തി, കർത്താവിന്റെ കൃപ, കർത്താവിന്റെ സഹായം, സ്വർഗത്തിന്റെ അതിസ്വാഭാവികമായ ഇടപെടലുകള്, സഹായം, കൃപ ഇതെല്ലാം ലഭിക്കാൻ വേണ്ടിയാണ് നമ്മുടെ മക്കൾക്ക് വേണ്ട അന്നു വേണ്ട ആഹാരത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്. അത് കിട്ടിയാൽ ബാക്കി എല്ലാത്തിലും നമ്മുടെ മക്കൾ പെർഫോം ചെയ്യും. കണ്ടില്ലേ, സാംസോനില് കർത്താവിന്റെ ആത്മാവ് ശക്തമായി ആവസിച്ചു. ആ ശക്തി കിട്ടി, അവൻ സിംഹത്തെ വലിച്ചു ചീർത്തി കീറിക്കളഞ്ഞു. ഈ അഭിഷേകം അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം കേട്ടോ. അതുകൊണ്ട് നമ്മുടെ ഫോക്കസ് മാറിപ്പോകാതെ നമ്മുടെ മക്കൾക്ക് വേണ്ടി ശക്തമായി പ്രാർത്ഥിച്ച് ഇത് വാങ്ങിച്ചു കൊടുക്കണം മക്കൾക്ക്. അതിൽ ജയിച്ചോ നീ, നമ്മുടെ മക്കള് വിജയം വരിക്കും. ഇന്ന് നമ്മള് ധ്യാനിക്കുന്ന തിരുവചനം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 66-ാമത്തെ വചനമാണ്. വായിക്കുകയാണ്. കേട്ടവരെല്ലാം ഈ ശിശു ആരായിത്തീരും എന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. സംഭവം നമുക്കറിയാം. സ്നാപക യോഹന്നാന്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങളാണ്. ദൈവഹിതപ്രകാരം യോഹന്നാൻ എന്ന പേര് അവന് നൽകപ്പെട്ടു. സക്രിയായുടെ വായ് തുറക്കപ്പെട്ടു. അവൻ ദൈവത്തെ സ്തുതിച്ച് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഈ അത്ഭുതകരമായ ഈ സ്നാപക യോഹന്നാന്റെ ജനനത്തിന് ശേഷം ആൾക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ജനം പറയാൻ തുടങ്ങി, കേട്ടവരെല്ലാം പറയാൻ തുടങ്ങി, ഈ ശിശു ആരായിത്തീരും. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. ഇനി ഇതിന്റെ 80-ാമത്തെ വചനം വായിക്കുന്നുണ്ട്. ഈ സ്നാപക യോഹന്നാനെ കുറിച്ച് പറയാ. ശിശു വളർന്നു, അവൻ ആത്മാവിൽ ശക്തിപ്പെട്ടു. ഇസ്രായേലിന് വെളിപ്പെടുന്നതുവരെ അവൻ മരുഭൂമിയിലായിരുന്നു. ശിശു എങ്ങനെയാ വളർന്ന്? ആത്മാവിൽ ശക്തിപ്പെട്ടു. ശിശു വളർന്നു, കർത്താവിന്റെ കരം അവന്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ശക്തി സ്നാപകനെ എന്താക്കി തീർത്തു എന്ന് നമുക്കറിയാം. ഈ ഒരു അഭിഷേകം നമ്മുടെ മക്കൾക്ക് ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കണം. സക്രിയായും എലിസബത്തും ഒക്കെ
മാതാപിതാക്കള് അതിനുവേണ്ടി ചെയ്ത കാര്യം നമുക്കറിയാം. ദൈവത്തിന് സമർപ്പിച്ചു. ഇതൊരു കാര്യം ഓർത്തോ മക്കളെ, മാതാപിതാക്കളെ, നമ്മൾ ദൈവത്തിന് സമർപ്പിച്ച് ദൈവം എന്താണോ പറഞ്ഞ് അതുപോലെ ചെയ്ത്, സക്രിയ ചെയ്തു, എലിസബത്ത് ചെയ്തു, ദൈവം എന്തു പറഞ്ഞു അത് വിശ്വസിച്ച് അതുപോലെ ചെയ്തു. ആ ചെയ്തു കഴിഞ്ഞപ്പോ കർത്താവ് ആ കുഞ്ഞിലേക്ക് വലിയ കൃപ ചൊരിഞ്ഞു. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ നമ്മുടെ മക്കൾക്ക് വേണ്ടി ഇന്ന് പ്രാർത്ഥിച്ച് ഇത് വാങ്ങിച്ചു കൊടുക്കണം. എന്താണ്? കർത്താവിന്റെ കരം ആ കുഞ്ഞിന്റെ കൂടെ ഉണ്ടായിരുന്നു. രണ്ട്, അവൻ വളർന്നു, ആത്മാവിൽ ശക്തി പ്രാപിച്ചു. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മക്കളുടെ മേൽ കർത്താവിന്റെ കരമുണ്ടാകട്ടെ. കർത്താവ് കരം പിടിച്ച് നയിക്കട്ടെ. കർത്താവിന്റെ കരത്തിന്റെ തണൽ അവർക്കുണ്ടാകട്ടെ. കർത്താവിന്റെ കരം നമ്മുടെ മക്കളുടെ മേൽ ഉണ്ടാകണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കും മക്കളെ. കർത്താവേ, അങ്ങയുടെ കരം സ്നാപയോഹന്നാന്റെ മേൽ ഉണ്ടായ പോലെ എന്റെ കുഞ്ഞിലും ഞങ്ങളുടെ മക്കളിലും ഉണ്ടാകട്ടെ. രണ്ട്, ഞങ്ങളുടെ മക്കൾ വളരട്ടെ. എങ്ങനെ? ആത്മാവിൽ ശക്തിപ്പെട്ട്, പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് ശക്തിപ്പെട്ട് ഞങ്ങളുടെ മക്കൾ വളരണം. അന്നു വേണ്ട ആഹാരം ഇത് എല്ലാ ദിവസവും മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. മക്കളെ, നമ്മുടെ മക്കൾ അങ്ങനെ വളരട്ടെ. അവിടെ എവിടെ പോയാലും നമുക്ക് അവരുടെ പിന്നാലെ പോകാൻ പറ്റില്ല. അവർ പല പല സ്ഥലങ്ങളിൽ പോകും, കൂട്ടുകൂടാൻ പോകും, പല പല കാര്യങ്ങൾക്ക് പോകും, ജോലിക്ക് പോകും, ബിസിനസ്സിൽ പോകും, പരീക്ഷയ്ക്ക് പോകും, ഒറ്റയ്ക്ക് പോകും, പല സ്ഥലത്തും പോകേണ്ടി വരും. പലരെ കണ്ടുമുട്ടും, പല പ്രലോഭനങ്ങൾ വരും, പല പൈശാചിക പീഡകൾ വരും, വശീകരണ യന്ത്രങ്ങൾ വരും. അവിടെയൊക്കെ നമ്മുടെ മക്കൾ വീഴാതിരിക്കണോ, ഉറച്ചു നിൽക്കണോ? ഈ രണ്ട് കാര്യം, കർത്താവിന്റെ കരം അവരുടെ കൂടെ വേണം. രണ്ട്, അവർ ആത്മാവിൽ ശക്തിപ്പെട്ട് വളരണം. ഈ ഒരു അഭിഷേകം ഇതൊക്കെ നമുക്ക് നേടിക്കൊടുക്കാൻ സാധിക്കണം. അതിന് അടിസ്ഥാനങ്ങളുണ്ട്. കർത്താവിന്റെ വചനം, കർത്താവിനനുസരിച്ച്, കർത്താവിന്റെ അഭിഷേകത്തില്. അവൻ പിന്നെ മരുഭൂമിയിലായിരുന്നു പറയാ, ഏകാന്തതയില് കർത്താവിന്റെ കൂടെ ഇരുന്ന് തമ്പുരാനെ വിളിച്ച് ഇടപെടുത്തിച്ച് ആ ആത്മാവിൽ ശക്തിപ്പെട്ട് വളർന്ന് ആ കരത്തിന്റെ സംരക്ഷണത്തിൽ അവൻ ജീവിച്ചു. അവൻ ആരായിത്തീർന്നു? സ്നാപകൻ. അവന്റെ കരുത്ത്, ശക്തി നമ്മുടെ മക്കളും ഇതുപോലെ വളർന്ന് ശക്തി പ്രാപിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന, ദൈവത്തിന്റെ ശക്തമായ പ്രവൃത്തികൾ പ്രകടമാക്കുന്ന സാന്നിധ്യങ്ങളായിട്ട് മാറട്ടെ ഈ ഒരു അഭിഷേകം. എന്താണ് രണ്ട് കാര്യങ്ങൾ? കർത്താവിന്റെ കരം ഞങ്ങളുടെ മക്കളുടെ കൂടെ ഉണ്ടാകട്ടെ. ഞങ്ങളുടെ മക്കൾ ആത്മാവിൽ ശക്തി പ്രാപിച്ച് വളരട്ടെ. ഈ വലിയ അഭിഷേകത്തിന് വേണ്ടി മക്കളെ സമർപ്പിച്ചുകൊണ്ട് ഇത് ലഭിച്ചാൽ മക്കൾ പഠിച്ച് ജോലിയില്, ബിസിനസ്സില്, എല്ലാ കാര്യത്തിലും അവർ ധാരാളം ഫലം പുറപ്പെടുവിക്കും. ഇനി അച്ഛന്മാരാകാൻ പോകുന്ന മക്കള് നല്ല അച്ഛന്മാരാകും. കന്യാസിമാരാകാൻ പോകുന്ന മക്കള് നല്ല കന്യാസിമാരായിട്ട് മാറും. കുടുംബജീവിതത്തിലേക്ക് പോകുന്ന മക്കള് നല്ല അപ്പൻ, നല്ല അമ്മ, നല്ല മക്കളായിട്ട് വളരും. ദൈവാനുഗ്രഹം നിറഞ്ഞ ഒരു ജീവിതം ഉണ്ടാകും. പ്രാർത്ഥിക്കാം ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി. ദിവ്യാനുസരണത്തില് നിയോഗത്തോടു കൂടി നമുക്ക് നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളും സക്രിയയെ പോലെ, എലിസബത്തിനെ പോലെ നല്ല മാതാപിതാക്കളായിട്ട് തീരാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ മക്കളെ. ആമേൻ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യീശോയെ, ഞങ്ങളുടെ കൂടെ ആയിരുന്നു കൊണ്ട് ഞങ്ങൾക്ക് ജീവൻ നൽകാനും ഞങ്ങൾക്ക് ആവശ്യമായ സംരക്ഷണവും സൗഖ്യവും സ്വാതന്ത്ര്യവും സമാധാനവും എല്ലാം നൽകാൻ വേണ്ടിയാണല്ലോ അങ്ങ് ദിവ്യ കാരുണ്യമായി ഞങ്ങളുടെ കൂടെ വസിക്കുന്നത്. കർത്താവേ, അങ്ങേ തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ മക്കളെയും പ്രത്യേകമാവിധം സമർപ്പിച്ചുകൊണ്ട് ഇന്ന് അങ്ങ് തന്ന വചനത്തിനനുസരിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സ്നാപയോഹന്നാനെ പ്രത്യേകം വിളിച്ച് അങ്ങയുടെ അനുഗ്രഹത്താൽ നിറച്ച് അങ്ങയുടെ കരം അവന്റെ മേലുണ്ടായിരുന്നല്ലോ. കർത്താവെ, ഞങ്ങളുടെ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങയുടെ കരം ഞങ്ങളുടെ മക്കളുടെ മേലും ഉണ്ടാകട്ടെ. കർത്താവെ, അവൻ വളർന്നത് ആത്മാവിൽ ശക്തി പ്രാപിച്ചായിരുന്നല്ലോ. കർത്താവ്, ഞങ്ങളുടെ മക്കൾ ആത്മാവിൽ ശക്തിപ്പെട്ട് വളരട്ടെ. കഴിഞ്ഞ കാലങ്ങളില് അങ്ങേ വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കർത്താവെ, കരം നീട്ടി അങ്ങ് തന്നെ ഞങ്ങളുടെ മക്കളെ പിടിച്ച് അങ്ങയുടെ കരത്തിന്റെ ബലത്തില്, കരത്തിന്റെ കീഴില് ഞങ്ങളുടെ മക്കളെ അങ്ങ് പിടിക്കണം. അങ്ങയുടെ കരം ഞങ്ങളുടെ മക്കളുടെ മേലുണ്ടാകണം. അതോടൊപ്പം തന്നെ കർത്താവെ, ആത്മാവിനാൽ ഞങ്ങളുടെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. ഓ കർത്താവെ, ആത്മാവിനെ നഷ്ടപ്പെടുത്തി, ആത്മാവിനെ നിർവീര്യമാക്കി, ആത്മാവിനോട് മല്ലടിച്ച്, ആത്മാവിനെ
വേദനിപ്പിച്ച് ഞങ്ങളുടെ മക്കൾ പാപം ചെയ്തൊക്കെ ജീവിച്ചിട്ടുണ്ട്, ഞങ്ങളും ജീവിച്ചിട്ടുണ്ട്. കർത്താവേ, അങ്ങയുടെ വചനമനുസരിച്ച് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിച്ച് വീണ്ടും ആത്മാവിൽ ശക്തിപ്പെട്ട് ഞങ്ങളുടെ മക്കൾ വളരട്ടെ. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടി കർത്താവേ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ മക്കളെ തിരുമുമ്പിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. ഈശോയെ, ഈ മാതാപിതാക്കൾ പ്രാർത്ഥിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതുപോലെ വേദനിക്കുന്ന ഞങ്ങളുടെ മക്കളെ പോലെ തകർന്നു പോയ, തടസ്സപ്പെട്ടു പോയ, വേദനിക്കുന്ന, അസ്വസ്ഥതപ്പെടുന്ന, രോഗത്തിൽ കഴിയുന്ന, ജോലിയിൽ തടസ്സപ്പെട്ട് കഴിയുന്ന, പഠനത്തിൽ തടസ്സപ്പെട്ടു പോയിരിക്കുന്ന എല്ലാ മക്കളെയും, അനേക ആയിരം മക്കളെ തിരുസന്നിധിയിൽ കൊണ്ടുവന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, അങ്ങയുടെ കരം ഞങ്ങളുടെ മക്കളുടെ മേൽ ഉണ്ടാകട്ടെ. അങ്ങയുടെ ആത്മാവിന്റെ ശക്തിയാൽ ഞങ്ങളുടെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ, വളരട്ടെ. വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു കാര്യങ്ങളും ഉയർത്തി കർത്താവിന്റെ വലിയ ശക്തി പ്രകടമാകാൻ വേണ്ടി ആഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കരം നീട്ടണമേ, കരബലം പ്രകടമാക്കണമേ. കർത്താവേ, ആത്മാവിനെ ഞങ്ങളുടെ മക്കൾ ശക്തി പ്രാപിക്കട്ടെ. അങ്ങനെ ഞങ്ങളുടെ മക്കൾ വളരട്ടെ. ആരാധന, ആരാധന, ആരാധന. സ്വയം നന്ദി, സ്വയം മഹത്വം. ഹല്ലേലൂയ, ആരാധന സ്വയേ. നമ്മുടെ വ്യക്തിപരമായ നിയോഗങ്ങള്, പ്രാർത്ഥനകള് എല്ലാം സമർപ്പിക്കാം. പ്രത്യേകിച്ച് പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. പരീക്ഷാ റിസൾട്ടിന് വേണ്ടി കാത്തുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും സമർപ്പിക്കാം. നമ്മുടെ മക്കളുടെ പ്രോജക്റ്റ് വർക്കുകൾ എല്ലാം അതിശക്തമായിട്ടും സമയബന്ധിതമായിട്ടും പൂർത്തീകരിക്കപ്പെടട്ടെ. എല്ലാ തടസ്സവും കൂടാതെ നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ജോലിയില് നമ്മുടെ മക്കൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സിൽ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാത്തിലും കർത്താവിന്റെ കരം നമ്മുടെ മക്കളെ നയിക്കട്ടെ. ആത്മാവിന്റെ ശക്തി പ്രാപിച്ച് നമ്മുടെ മക്കൾ ആത്മാവിനാൽ നയിക്കപ്പെടട്ടെ. അതിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥിക്കും മക്കളെ, എല്ലാ നിയോഗങ്ങളും സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവിന്റെ വലിയ അഭിഷേകവും ഇടപെടലും ശക്തിയും കരബലവും പ്രകടമാക്കണമേ. സകലേശാ ദിവ്യ കടാക്ഷം തൂഗണമേ വത്സല സുതരിൽ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ ഈശോയേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.